നല്ല പഞ്ഞി പോലുള്ള ഇഡലിക്കും മൊരിഞ്ഞ ദോശയ്ക്കും സൂപ്പർ കോമ്പിനേഷനായ 4 ടൈപ്പ് തേങ്ങ ചമ്മന്തിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എന്നും ഒരേ രുചിയിൽ ചമ്മന്തി കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ദോശയുടെ ഇഡലിയുടെ സ്വാദ് ഒന്നുകൂടി കൂട്ടുന്ന ഈസി ബ്രേക്ക്ഫാസ്റ്റ് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് കാണാം. ആദ്യം തന്നെ ഹോട്ടലിൽ കിട്ടുന്ന ഇളം പച്ച കളറുള്ള ഉഴുന്ന ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചൂടായ പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. ഉഴുന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മളൊന്ന് വറുത്തെടുക്കണം. ഇനി ഈ ഉഴുന്നിലോട്ട് 1/4 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലോട്ട് ഒരു 1/2 കപ്പോളം കൊച്ചുള്ളി ചേർത്ത് കൊടുക്കണം. തേങ്ങയും കൊച്ചുള്ളിയും എല്ലാം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മുടെ ചമ്മന്തിക്ക് എരിവിനാവശ്യമായ 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുവാണേ. കൂട്ടത്തിൽ 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നമ്മുടെ കൊച്ചുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറുന്നവരെ എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയുള്ളിയും തേങ്ങയെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു കഷ്ണം പുളി കൂടി ചേർത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് ചേർത്തിട്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി ഈ ചൂട് പാനിലോട്ട് ഒരു കൈപ്പിടി മല്ലിയില കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മല്ലിയില പാനിൻ്റെയും അതിലുള്ള തേങ്ങയുടെ എല്ലാം ചൂടുകൊണ്ട് നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടും. ഇനി ഈ തേങ്ങാക്കൊട്ടെല്ലാം നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിൽ വെള്ളം ചേർക്കാതെ ഒരു പ്രാവശ്യം ക്രഷ് ചെയ്തെടുക്കണം. വെള്ളം ഒട്ടും ചേർക്കാതെ പൊടിച്ചെടുത്തതാണേ. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി ചമ്മന്തി എത്രത്തോളം ലൂസ് ആവണോ അത്രത്തോളം തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഉഴുന്ന ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് താളിച്ചൊഴിക്കണം. അതിന് ഒരു പാനിൽ എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ച് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റി അതിലോട്ട് ഒരു 5-6 ഉണ്ടമുളകും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റി നമ്മുടെ ചമ്മന്തിയിലോട്ട് താളിച്ചൊഴിക്കണം. ഇനി താളിപ്പെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉഴുന്ന ചമ്മന്തി റെഡിയായി. ഇനി ചൂടോടൊരു ദോശയും ചുട്ട് നമ്മുടെ ഉഴുന്ന് ചമ്മന്തി അങ്ങോട്ട് വെച്ച് നല്ല പറഞ്ഞ ദോശ മുക്കി അങ്ങ് കഴിച്ചാൽ എന്നാ ടേസ്റ്റാണെന്നറിയോ. അടുത്തത് ചെറിയൊരു എരിവും പുളിയുള്ള തക്കാളി ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് 2 തക്കാളി, ഒരു വലിയ സവാള, 3 വറ്റൽമുളക്, ഇഞ്ചി ചെറിയൊരു കഷ്ണം. ഇനി ചൂടായ എണ്ണയിലോട്ട് വറ്റൽമുളക് 2ആയിട്ട് കീറി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാളയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മുടെ ചമ്മന്തിക്ക് കളറിന് വേണ്ടിയിട്ട് മാത്രം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയം ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്ക് പാൻ അടച്ചു വെച്ച് തക്കാളി സവാള ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം കേട്ടോ. അങ്ങനെ തക്കാളി സവാളയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടേ. ഇനി ഇതിൻ്റെ ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. തക്കാളിയുടെയൊക്കെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മളിത് നേരെ മിക്സിയിലോട്ടാക്കി വെള്ളം ഒന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുകയാണേ. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറേശ്ശെയായിട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ തക്കാളി സവാള എല്ലാം നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറിക്ക് എത്രത്തോളം വെള്ളം വേണോ അത്രത്തോളം തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ ചമ്മന്തി ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് താളിച്ചൊഴിച്ചാൽ മാത്രം മതി. മസാല ദോശയുടെ കൂടെ കിട്ടുന്ന റെഡ് കളർ ചമ്മന്തി റെഡിയായി. ചെറിയൊരു എരിവും ആ തക്കാളിയുടെ പുളിപ്പും ഉള്ള ഈ ചമ്മന്തി കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇനി ഇത് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ നല്ല ലൂസായിട്ടുള്ള ചമ്മന്തി കിട്ടും കേട്ടോ. ഇനി നല്ല ചൂട് കപ്പലണ്ടി അരച്ച് ചേർത്ത ചമ്മന്തി ഉണ്ടാക്കിയാലോ. പാനിലെ എണ്ണ ചൂടാകുമ്പം അതിലോട്ട് ഒരു 1/2 കപ്പ് കപ്പലണ്ടി ചേർത്ത് നല്ലപോലെ എണ്ണയിൽ വറുത്തെടുക്കണം. കൂട്ടത്തിൽ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചമ്മന്തിയുടെ എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഇനി ഇതെല്ലാം നല്ലപോലെ വഴറ്റി ഒരു 1/4 കപ്പ് പുട്ടുകടലയും കൂടെ ചേർത്ത് ഇതിൻ്റെ കൂടെ വറുത്തെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണം കൂടെ മുറിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം വെളിച്ചെണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് കൂട്ടത്തിൽ നമ്മളൊരു മണത്തിന് വേണ്ടി ഒരല്പം പുതിനയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ.
ഇനി തീ ഓഫ് ചെയ്ത് ഇതിൻ്റെയൊക്കെ ചൂട് മാറുമ്പം നമുക്ക് മിക്സിയിലോട്ട് ഇതെല്ലാം മാറ്റി കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് ഒരു ചെറിയ കഷ്ണം പുളി കൂടി ചേർത്തിട്ട് തേങ്ങയുടെ കൂടെ തന്നെ 6 ചെറിയുള്ളി അരിഞ്ഞതും നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് അരയാൻ വേണ്ടി മാത്രം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത കൂട്ടിലോട്ട് ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇനി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അങ്ങനെ വെളിച്ചെണ്ണ നല്ലപോലെ വറുത്തെടുത്ത കപ്പലണ്ടി പൊട്ടുകടല എല്ലാം നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ടേ. ഇനി ചമ്മന്തി കുറച്ചൊന്ന് ലൂസായി വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി ഒരു 4 കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി അതിലോട്ട് ഒരു 5-6 ഉണ്ടമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് നേരെ താളിച്ചൊഴിച്ചാൽ മതി. വെറൈറ്റി ടേസ്റ്റുള്ള കപ്പലണ്ടി ചമ്മന്തി റെഡിയായി. ഇത് ഇഡലിയുടെയും ദോശയുടെയും കൂടെ മാത്രമല്ല, നല്ല മൊരിഞ്ഞ വടയുടെ കൂടെ കഴിക്കാൻ കൊള്ളാം കേട്ടോ. കപ്പലണ്ടി ചേർത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് കുറുകി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറുകി വന്നാൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ലൂസായി കിട്ടും കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മുളക് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം മിക്സിയിലിട്ട് ഒരു 3/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണം. ഇനി ഒരു 6 ചെറിയുള്ളിയും ചേർത്ത് 3 വറ്റൽമുളകും ചേർത്ത് ചമ്മന്തിക്ക് ആവശ്യമായ കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ചമ്മന്തിക്ക് കളറിന് വേണ്ടി മാത്രം ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ഇതെല്ലാം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരച്ചെടുത്ത ഈ തേങ്ങാക്കൂട്ടിലോട്ട് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് പൊത്തി വെക്കാം. ഇനി എളുപ്പമാണ്. ഒരു ചൂടായ ഒരു പാനിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലോട്ട് കടുകിട്ട് പൊട്ടിച്ച് 2 വറ്റൽമുളക് 2ആയിട്ട് കീറിയതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി ചെറിയൊരു ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ പച്ച മണം ഒന്ന് മാറുമ്പം ഒരു 3 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കളർ ഒന്ന് മാറുമ്പം അതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. തേങ്ങാക്കൂട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഇനി ഇതിലോട്ട് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് നല്ലപോലെ ചമ്മന്തി ഒന്ന് ലൂസാക്കി എടുക്കണം. അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് ചൂടോടുകൂടി തന്നെ നമുക്ക് ഡൈനിങ് ടേബിളിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ തേങ്ങ അരച്ചുണ്ടാക്കുന്ന ഈ 4 ചമ്മന്തി ഇഷ്ടപ്പെട്ടോ? എന്നും ഈ ഒരേ ചമ്മന്തി ഉള്ളോ എന്ന് കംപ്ലൈൻറ്റ് പറയുകയാണെങ്കിൽ ഇതിൽ ഓരോ ചമ്മന്തി ഒന്ന് ഓരോ ദിവസം ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് കേട്ടോ.